ലൈഫ് മിഷൻ ക്രമക്കേട് പരാതിയിൽ സ്വപ്ന സുരേഷിന്റെ മൊഴി വിജിലൻസ് രേഖപ്പെടുത്തി. പുതിയ സർക്കാർ വന്നതുകൊണ്ടാണ് അന്വേഷണം നടക്കുന്നതെന്നും കൂടുതൽ കാര്യങ്ങൾ പറയാനില്ലെന്നും സ്വപ്ന സുരേഷ് പറഞ്ഞു. പുതിയ ഗവൺമെന്റ് വന്നുകൊണ്ട് പുതിയ അന്വേഷണങ്ങൾ വരും. അപ്പൊ അതിന് ആൻസർ ചെയ്യാൻ വന്നതാണ്. കേസ് പുതിയ കേസൊന്നുമല്ല, പഴയ കേസാണ്. പുതിയ അന്വേഷണം കണ്ടിന്യൂ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവർ ക്വസ്റ്റ്യൻ ചെയ്യാൻ വിളിച്ചു. ഞാൻ വന്നു, അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. അതെ അതെ. സിജോ വർഗീസ് വിശദാംശങ്ങളുമായി. സിജോ, ഇതിലിപ്പോ ലൈഫ് മിഷൻ ക്രമക്കേട് കേസ് കൂടി റീഓപ്പൺ ചെയ്യുന്നു ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം എന്ന് അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ കേസ് പുനരന്വേഷണത്തിലേക്ക് പോകുമ്പോൾ ഏതൊക്കെ തലങ്ങളിലേക്ക്, ഏതൊക്കെ വഴികളിലേക്ക് വീണ്ടും അന്വേഷണം പോകാനിടയുണ്ട്? സ്വപ്ന സുരേഷിൽ നിന്നും അന്വേഷണ സംഘത്തിന് അറിയേണ്ടതായിട്ട് എന്താണുള്ളത്? ഈ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് 19 കോടി രൂപയുടെ ഇടപാടാണ് നടന്നിട്ടുള്ളത്. ഇതിൽ 6 കോടി രൂപയോളം അഴിമതി നടന്നിട്ടുണ്ട്. 4.48 കോടി രൂപ ഇതിന്റെ കൈക്കൂലിയായി നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് നേരത്തെ പുറത്തു വന്നിരുന്നത്. ഇതിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ IT ഉപദേഷ്ടാവും അതോടൊപ്പം തന്നെ IAS ഉദ്യോഗസ്ഥനൊക്കെ ആയിരുന്ന ശിവശങ്കറിനെ ഉൾപ്പെടെ പ്രതിയാക്കിയാണ് കേസെടുത്തിരുന്നത്. ഇതിൽ കൂടുതൽ വിവരങ്ങൾ തേടുന്നതിന്റെ ഭാഗമായിട്ടാണ് സ്വപ്ന സുരേഷിനെ ഇന്ന് വിജിലൻസ് സംഘം വിളിച്ചു വരുത്തിയത്. മുട്ടത്തറയിലുള്ള ഓഫീസിൽ വെച്ചായിരുന്നു മൊഴി രേഖപ്പെടുത്തിയത്. 11 മണിയോടെ എത്തിയ സ്വപ്ന സുരേഷ് ഏകദേശം 1:45 മൊഴി നൽകിയതിനു ശേഷം മടങ്ങുകയും ചെയ്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ചില രേഖകൾ സ്വപ്ന സുരേഷ് അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഇടപാടിൽ കൂടുതൽ വിശദാംശങ്ങൾ സ്വപ്ന സുരേഷിൽ നിന്ന് അറിയേണ്ടതുണ്ടായിരുന്നു. അക്കാര്യങ്ങൾ ഉൾപ്പെടെ ചോദിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. ഈ ചോദ്യം ചെയ്യലിനെ കുറിച്ച്, ഈ മൊഴി രേഖപ്പെടുത്തിയതിനെ കുറിച്ച് സ്വപ്ന സുരേഷ് കാര്യമായൊന്നും വെളിപ്പെടുത്താൻ തയ്യാറായിട്ടില്ല. അന്വേഷണത്തെക്കുറിച്ച് താൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. പക്ഷേ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ആ ഒരു ആത്മവിശ്വാസമാണ് അവർ പങ്കുവെക്കുകയും ചെയ്യുന്നത്.